ഈ കുറേ UDF അനുഭാവികളായ ആളുകൾ ഇങ്ങനെ ഫോൺ ചെയ്തും അല്ലാതെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കപ്പെടുമ്പോൾ പൊട്ടിത്തെറി വരുവോ, ഇടുത്തി വീഴുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്ന ഒരു പാർട്ടിയല്ല ഈ കോൺഗ്രസ്. അങ്ങനെ സംഭവിക്കുന്നതല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ സംഭവിച്ചാൽ പോലും ഒന്നും സംഭവിക്കുന്ന പാർട്ടിയല്ല ഈ കോൺഗ്രസ് പാർട്ടി. സംഗതി അത് വീണ്ടും അങ്ങ് കൂടിച്ചേരും. കാരണം പണ്ട് മുതലേ ഉണ്ടായ കാലം മുതലേ ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ഇതിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതുപോലെ ബോംബ് വീണ സന്നിഗ്ധ ഘട്ടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, കുറച്ചുകൂടി പഴയ കാലത്തേക്ക് പോയാൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ സംഗതികൾ. ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് കേൾക്കുന്നു നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ആഭ്യന്തരമന്ത്രിയായെന്ന് കേൾക്കുന്നു, അടൂർ പ്രകാശ് സാർ റവന്യൂ മന്ത്രിയായെന്ന് കേൾക്കുന്നു. ഉടനെ വളരെ പെട്ടെന്ന് തന്നെ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പ് അസ്വസ്ഥമാകുന്നു. അപ്പോഴാണ് നമ്മുടെ NSSലെ നാരായണ പണിക്കർ സാറിന്റെ താക്കോൽ സ്ഥാന പ്രസ്താവന വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്നു. സംഗതികൾ അങ്ങോട്ട് മാറുന്നു. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു അസംബ്ലി ഇലക്ഷന് 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ വീടുകളിൽ കയറി പ്രചരണവും തുടങ്ങി. ഒരു 3 ദിവസമോ 2 ദിവസമോ കഴിഞ്ഞപ്പോഴാണ് പിൻവലിച്ച് വേറെ സ്ഥാനാർത്ഥികളെ ഇടുന്നത്. ആ രണ്ടാമതിട്ട സ്ഥാനാർത്ഥികളെല്ലാം ജയിച്ച്. മാലയത്ത് സരളാദേവി, ബാക്കി പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കാലം കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഇപ്പോഴത്തെ ഹൈക്കമാൻഡും കേരളവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നറിയോ? ഈ പണ്ടത്തെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അങ്ങ് അകലെ നിന്ന് കാണുന്ന ഒരു ഹൈക്കമാൻഡ് ആണെങ്കിൽ, ഇപ്പൊ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗമായുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിന് സ്വന്തമാണ്. വൈകാരികമായി അവർ കേരളവുമായി വളരെ അടുപ്പമുള്ളവരാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും സാമൂഹ്യ സ്പന്ദനങ്ങളും സോഷ്യൽ എഞ്ചിനീയറിംഗും ഒക്കെ നന്നായി അറിയാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മറ്റ് പഴയ ഹൈക്കമാൻഡിനേക്കാൾ വളരെ ഫലപ്രദമായി തീരുമാനമെടുക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അങ്ങനെ തീരുമാനിച്ചാൽ ആ തീരുമാനത്തോടൊപ്പം തന്നെ അല്ലാതെ ആർക്കും നിൽക്കാനും കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. കാരണം ഇപ്പൊ ദൗർബല്യങ്ങളിൽ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇലക്ഷന്റെ വക്കിലല്ല, വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് ഒന്നുമില്ല. പിന്നെ അതിനെ തീരുമാനിക്കുന്നത് ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ മെജോറിറ്റി ഉണ്ടാവുമോ, അല്ലെങ്കിൽ LDF തുടരുമോ എന്നൊക്കെ പറയുന്ന ആശങ്കകൾക്കപ്പുറത്ത് നിങ്ങൾ ഇത്തരമൊരു ആശങ്കയെ സംബന്ധിച്ച്, കാരണം കുറെ പേർ UDFന് വോട്ട് ചെയ്തവരെല്ലാവരും ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചു. ഇതുകൊണ്ടൊന്നും സംഭവിക്കില്ല. നമ്മളിപ്പോ ഈ മണ്ണിൽ കളിച്ച് വളരുന്ന നാടൻ ഗ്രാമീണ പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേർ മണ്ണിൽ കളിച്ച് വളരുന്നത് കാണുമ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുന്ന തറയിലിറങ്ങിയിട്ടില്ലാത്ത കുട്ടികളെ വളർത്തിയ രക്ഷകർത്താക്കൾ ഭയങ്കരമായിട്ട് ഉത്കണ്ഠപ്പെട്ട് ചോദിക്കുകയോ ഇങ്ങനെയൊക്കെയായ രോഗം വരൂല്ലേ, ഇങ്ങനെയൊക്കെയായ വളരെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരൂല്ലേ എന്നൊന്നും വിചാരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലർ ചോദിക്കുന്നത് ലീഗ് വിട്ടുപോകുമോ? കഴിഞ്ഞ ദിവസം പോലും അങ്ങനെ ഒരു ചർച്ച, ലീഗ് LDFൽ പോകുമോ? എന്താ നിങ്ങൾ പറയുന്നത്? ഇതൊരു രാഷ്ട്രീയ മുന്നണിയല്ലേ ഇത്? അങ്ങനെ ഒരാൾ രാവിലെ ജയിച്ചു കഴിഞ്ഞ് എല്ലാവരും LDFൽ പോവുക എന്നൊക്കെ പറയുന്ന തീരുമാനം എടുക്കാൻ അത്ര അങ്ങനെയുള്ളവരാണോ ലീഗുകാർ? ഈ 10 വർഷമായി ഇതിനോടൊപ്പം നിന്ന് ഈ ത്യാഗമെല്ലാം സഹിച്ചിട്ട് അവരങ്ങ് വിട്ടുപോകുമെന്നാണ് ചോദിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. 2 കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. അവർ തീരുമാനിക്കുന്നത് എന്താണോ ആ തീരുമാനത്തോടൊപ്പം ലീഗ് നിൽക്കും. രണ്ടാമത്തെ കാര്യം, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ആവശ്യപ്പെട്ട് വാങ്ങുന്ന ഏർപ്പാടില്ല. അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. PK കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ ഒരാൾ അതിന് അർഹനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ചോദിച്ചു വാങ്ങാനോ വലിയ സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് പിടിച്ചു വാങ്ങാനോ ഒന്നും ലീഗ് നിൽക്കില്ല. ലീഗിന് അർഹമായ മാന്യമായ അക്കോമഡേഷൻ അവരുടെ സംഭാവനകൾക്കനുസരിച്ചുണ്ടാകണം എന്ന് പറയുന്ന സംഗതിയെ അതിലുള്ളൂ. പിന്നെ മീഡിയ വൺ എന്നും കലക്കാണല്ലോ, എപ്പോഴും കലക്കല്ലേ. അല്ലാതെ അവർക്ക് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കലക്കൽ രാഷ്ട്രീയമാണ്. കലക്ക സമാവാത്തി എന്നൊക്കെ പറയുന്ന പോലെ അവർ കലക്കി പഠിക്കുന്നവരാണ്. എല്ലാ കാര്യത്തിലും ജ്യൂസ് അടിക്കുന്ന പോലെ അവിടെ ഇട്ട് കലക്കും. എവിടെങ്കിലും ഒരു സമാധാനമുള്ള സ്ഥലം കണ്ടാൽ അവിടെ ഇട്ട് കലക്കും. അവരുടെ ഒരു വാർത്താ ചരിത്രം തന്നെ അങ്ങനെയാണ്. അവരെ പണ്ടുള്ള ആളുകൾ പലപ്പോഴും ഈ മാധ്യമമൊക്കെ ഉള്ള കാലത്തും വാർത്ത വായിക്കുന്നത് അവരുടെ ഫോറിൻ ന്യൂസ് വായിക്കാനാണ്, വിദേശ വാർത്തകൾ.
അല്ലാതെ സ്വദേശ വാർത്തകൾ വായിച്ചെങ്ങും എത്താനൊക്കത്തില്ല. അവരുടെ വാർത്ത വായിച്ചാൽ കരുണാകരൻ RSS ആണ്, രമേശ് ചെന്നിത്തല RSS ആണ്, ശശി തരൂര് സയനിസ്റ്റ് ആണ്, പിന്നെന്താണ് കുഞ്ഞാലിക്കുട്ടി പിന്നെ യാതൊരു ഉപയോഗമില്ലാത്ത ആളാണ്. ഇതൊക്കെ ഓരോ കാലത്തെ വാർത്തകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ KT ജലീൽ മുത്താണ്, പിന്നെ നമ്മുടെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് മുത്താണ്. ഇതൊക്കെയാണ് അവരുടെ ഓരോ കാലത്തെ എഴുത്തുകളുടെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വാർത്തകളാണ്. ഇപ്പൊ പണ്ട് പറഞ്ഞില്ലേ, കെ സുധാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, ഗുഡ് ബൈ KC എന്ന് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ അത്തരം വാർത്തകൾ പോലെ അതിനെ കണ്ടാൽ മതിയാവും എന്നതാണ് എന്റെ അഭിപ്രായം.